ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 5, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട റിട്ടേൺ എത്രയാണ്, അതിനെയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെ ഒരു 5 lakh rupees ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി സമയത്ത് എനിക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഒപ്പം എത്രയാണ് റിട്ടേൺ തരേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് തരേണ്ടത്, ആ റിട്ടേണിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ഇവിടെ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ആ ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ, ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമ്മൾ എത്രയാണ് ആ ഒരു ഇൻഡിവിജ്വലിന് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് റിട്ടേൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, ആ ഒരു റിട്ടേൺ പേയ്മെൻറ്റ്, ആ ഒരു റേറ്റ് ഓഫ് റിട്ടേണിനാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീനിങ്: കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ is the rate a firm pays to its investors for the use of their money. Definition നോക്കാം. According to John Hampton, the cost of capital is the rate of return the firm requires from investment in order to increase the value of the firm in the marketplace. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന്, നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻകം നിന്ന് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ ക്വാർട്ടേർലി അദ്ദേഹത്തിന് റിട്ടേൺ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഇൻട്രസ്റ്റിന്, ആ ഒരു റിട്ടേണിനാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. The cost of capital can be defined both from the firm and the investor's point of view. From a firm's point of view, cost of capital is the rate at which a firm raises capital to invest in various projects. ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന്, ആ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇത്ര ശതമാനം ഡിവിഡൻ്റായിട്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആ ഷെയർസ് വാങ്ങിക്കുന്നത്. എല്ലാ വർഷവും ആ ഓർഗനൈസേഷൻ ലഭിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്, അതിന്ന് ഇത്ര ശതമാനം, 5% അല്ലെങ്കിൽ 6%, അത് ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. 6% ആണെങ്കിൽ ആ 6% എല്ലാ വർഷവും പ്രോഫിറ്റ് ലഭിക്കുന്നതിന് ഡിവിഡൻ്റായിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഡിബെഞ്ചേഴ്സ് റേസ് ചെയ്യുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിന് ഫിക്സഡ് ആയിട്ട് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ആ ഒരു ഡിബെഞ്ചേഴ്സിന് നൽകാം, അങ്ങനത്തെ ഒരു വാഗ്ദാനം ആ ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ടാവും. Out of the profit earned by the organization, the firm pays interest and dividend to those who provided the capital. ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ച ആൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ച ആൾക്ക്, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. The amount paid as interest and dividend is considered as cost of capital. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ടിന്, ആ ഇൻട്രസ്റ്റ് എമൗണ്ടിനാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിട്ടേണിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് from the capital invested by them in the firm. Cost of capital is the rate of return which investors expect from the capital invested by them in the firm, in the organization. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ക്വാർട്ടേർലി മന്ത് ആകുമ്പോൾ എനിക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്, ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട കൺസ്യൂമറിന് എത്രയാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്, അതിനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ: യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്ന ഉപകാരങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാൻ സാധിക്കും.
ഡെപ്റ്റ് ആണ് കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആണ് കൂടുതൽ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഓർഗനൈസേഷനെ സഹായിക്കും. അതേപോലെ നമ്മൾ നേരത്തെ തന്നെ ഫിക്സഡ് ആയിട്ടാണ് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ, റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. കാരണം നമുക്ക് നമ്മുടെ പ്രോഫിറ്റിനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്രോഫിറ്റിന് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷന് വേണ്ടി, ഓർഗനൈസേഷൻ്റെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി, ഓർഗനൈസേഷൻ വളരാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടാകുമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡിവിഡൻറ്റും അതേപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ നമുക്ക് എത്ര ശതമാനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിന് ഇത്ര ടോട്ടൽ ശതമാനം, ഇത്ര ടോട്ടൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കൊടുക്കേണ്ട എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാകുമെന്ന്, നമ്മുടെ എക്സ്പാൻഷന് വേണ്ടി, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ബാക്കി ഉണ്ടാകുമെന്ന് ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ. ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഇടയ്ക്ക് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, മുകേഷ് അംബാനിയുടെ അടിയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് 1500 കോടിയുടെ ഷെയർ ഇഷ്യൂ ആണ് നടത്താൻ പോകുന്നത്. 1500 crores ഷെയർ ഇഷ്യൂ ആണ് നടത്താൻ പോകുന്നത്. അതായത് ഈ ഇഷ്യൂ നടത്തി കഴിയുമ്പോൾ, ആൾക്കാർ ആ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ആ റിലയൻസ് ഇൻഡസ്ട്രിയിലോട്ട് 1500 crore എമൗണ്ട് ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് ഫണ്ടിൻ്റെ ആവശ്യം വരുന്നത്, ഓർഗനൈസേഷന് എപ്പോഴെങ്കിലും ഫണ്ടിൻ്റെ ഷോർട്ടേജ്, അതായത് ക്യാപിറ്റലിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ അതേ സിറ്റുവേഷനിൽ തന്നെ അവർ നേരെ പോയിട്ട് ഡിബെഞ്ചേഴ്സ് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലൊക്കെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം. പബ്ലിക് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽസോ ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം അതിന് തക്കതായ എമൗണ്ട് ഓർഗനൈസേഷനോട് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴൊക്കെയാണ് ഓർഗനൈസേഷന് ഫണ്ടിന് ആവശ്യം വരുന്നത്, റിസോഴ്സസിന് ആവശ്യം വരുന്നത്, ഇതേപോലെ ഇക്വിറ്റി ഷെയർസോ ഡിബെഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ പബ്ലിക് ആകുമ്പോൾ ഓർഗനൈസേഷൻ അവിടെ വരുന്ന റിസ്ക് ഫാക്ടർ കുറവാണ്. ഓർഗനൈസേഷൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എംപ്ലോയീസ്, എക്സിക്യൂട്ടീവ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ടല്ല ഇവിടെ ബിസിനസ് നടത്തുന്നത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ബിസിനസ് നടത്തുന്നത്. സോ അവിടെ ചെറിയൊരു നോമിനൽ എമൗണ്ട് ഓഫ് റിസ്ക് കുറവായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്, റിസ്ക്, എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ടാക്സസ്. നമ്മുടെ സൊസൈറ്റിയിലെ എക്കോണമിക് കണ്ടീഷൻസ്, ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, അതിലെ ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ COVID-19 വന്ന പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, അവർക്ക് ഫണ്ട് ധാരാളമായിട്ട് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അടിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ് KSFE എന്ന് പറയും, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണെന്ന് തോന്നുന്നു KSFEയുടെ ഫുൾ ഫോം വരുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അടിയിൽ വരുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് KSFEയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.25 ആണ്. വേറൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ കാനറ ബാങ്കിലൊന്നും ഇത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല FDക്ക്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടിന് ആവശ്യം ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാരെ ഈ പറയുന്ന ഓർഗനൈസേഷനോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹൈ FD ഇൻട്രസ്റ്റ് റേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 7.25% ആണ് കൊടുക്കുന്നത്. അതേപോലെ ഇസാഫ് ബാങ്ക് പുതിയൊരു ബാങ്കാണ്, സ്ഥാപനമാണ്, തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. 100 crore ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടേ ഉള്ളൂ അവിടെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ, അതേപോലത്തെ ഇസാഫ് ബാങ്കിലൊക്കെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് FDക്ക് 8%. അപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ടിൻ്റെ ആവശ്യത അനുസരിച്ച് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫ്ലക്ച്വേഷൻ വരും. നമുക്ക് ഫണ്ട് ധാരാളമായിട്ട് ആവശ്യം വരികയാണെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കാൻ റെഡി ആയിരിക്കും. അതിൽ നമുക്ക് ഫണ്ടിൻ്റെ വലിയ ആവശ്യമില്ല, എനിവേ വി ആർ ഗോണ ഇഷ്യൂ ഷെയർസ്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആകും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പബ്ലിക്കിന്. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു all types of expenses which are incurred in connection with issue of debentures
or bonds or all or to obtain a loan. ഒന്നുകൂടി ഞാൻ പറയാം. Flotation costs include all types of expenses which are incurred in connection with issue of debentures or bonds or to obtain a loan. The examples of flotation costs are advertisement charges, stationery and printing, stamp duty, brokerage, underwriting commission. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഓർഗനൈസേഷൻ ഓൺ ദ ടൈം ഓഫ് ദി ഇഷ്യൂ ഓഫ് ദി ഷെയർസ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമുക്കൊരു എക്സ്പെൻസസ് ആണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അവിടെ പബ്ലിക് ഷെയർസിന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യാനുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ടി വരും, ബ്രോക്കറേജ് ഫീസ് വരാം, അതേപോലെ ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുക അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ് ചാർജസ്. ഈ പറഞ്ഞ എല്ലാം എക്സാമ്പിൾസും ഈ പറഞ്ഞ എല്ലാം എക്സ്പെൻസസും ഫ്ലോട്ടേഷൻ കോസ്റ്റിന് അടിയിൽ വരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ഓർഗനൈസേഷൻ ഷെയർസൊക്കെ ഇഷ്യൂ അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്, ആ സിറ്റുവേഷനിൽ ഓർഗനൈസേഷൻ ബെയർ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അതല്ലെങ്കിൽ ഈ എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ടും ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ഫ്ലക്ച്വേഷൻ വരാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, കോസ്റ്റ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അടിയിൽ വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. നമുക്ക് ഡിബെഞ്ചേഴ്സിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, അതിനാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ. അതേപോലെ ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, നമ്മൾ ഈ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുന്ന ഏർണിങ്സ് ഉണ്ടാവും, റീറ്റെയിൻഡ് ഏർണിങ്സ്. അതിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്, അതിൽ നമുക്ക് വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, ഇത് ബേസ് ചെയ്തിട്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അടിയിൽ വരുന്നതാണ് ഈ ടോട്ടൽ 5 റേറ്റ് ഓഫ് റിട്ടേൺസ് അല്ലെങ്കിൽ 5 കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നോക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. Debt capital comprises of debentures, bond and long-term loans. Cost of debt capital means the payment of interest on the debentures or bonds or loans from the financial institution. അപ്പോൾ ഡെപ്റ്റിൻ്റെ അടിയിൽ വരുന്നതാണ് ഡിബെഞ്ചേഴ്സ്, ബോണ്ട് ഓർ ലോങ് ടേം ലോൺസ്. ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എത്രയാണ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിനാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഡിബെഞ്ചേഴ്സിനെയും ബോണ്ടും അതേപോലെ ലോങ് ടേം ലോൺസും ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്, എത്രയാണ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കൊടുക്കേണ്ടത്, അതിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 2 തരത്തിലാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റും കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റും. ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് നമുക്ക് നോക്കാം. ഇറിഡീമബിൾ ഈസ് ഓൾസോ നോൺ ആസ് പെർപെച്വൽ ഡെപ്റ്റ്. Perpetual or irredeemable debt are the debt which are not repayable during the life of the company. These are repayable only on the liquidation of the organization. അപ്പോൾ ഇറിഡീമബിൾ ഡെപ്റ്റിൻ്റെ വേറൊരു പേരാണ് പെർപെച്വൽ ഡെപ്റ്റ്. ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ മെച്യൂരിറ്റി പീരീഡ്, ദർ ഇസ് നോ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഫോർ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫോർ സച്ച് ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, അതായത് ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് FD കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം 2 years അല്ലെങ്കിൽ 3 yearsനായിരിക്കും നമ്മൾ FD കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 വർഷത്തേക്കാകും ഒരാൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്, 5 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം. ഈ 2 yearsൻ്റെ എക്സ്പയറി ആകുമ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റും അതേപോലെ പ്രിൻസിപ്പൽ എമൗണ്ടും ആ ഇൻഡിവിജ്വലിന് തിരിച്ച് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന ഇറിഡീമബിൾ ഡെപ്റ്റിൽ പറയുന്നത് ദർ ഈസ് നോ മെച്യൂരിറ്റി പീരീഡ്. എത്ര വർഷം, ദർ ഈസ് നോ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്, എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ആകെ ഉറപ്പുള്ളത് ദ എമൗണ്ട് വിൽ ബി റിസീവബിൾ, വിൽ ബി പ്രൊവൈഡഡ് ടു ദി ഇൻഡിവിജ്വൽ അറ്റ് ദ ടൈം ഓഫ് ദി ലിക്വിഡേഷൻ ഓഫ് ദ കമ്പനി. കമ്പനി അടച്ചു പൂട്ടുമ്പോഴായിരിക്കും ഈ പറയുന്ന ഡെപ്റ്റ്, ഈ പറയുന്ന ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് അല്ലെങ്കിൽ ബോണ്ട് ആ എമൗണ്ട് പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നത്.
Therefore, we can say that the debt which are not repayable during the life of the company, these are repayable only on the liquidation of the company. ആ ഒരു ടൈപ്പ് ഓഫ് ഡെപ്റ്റിന്, ആ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിനാണ് നമ്മളിവിടെ ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഓരോ ഡെപ്റ്റ് ആയാലും ഇക്വിറ്റി ക്യാപിറ്റൽ ആയാലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയാലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ റേറ്റ് ഓഫ് റിട്ടേണിനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്, രണ്ട് ടൈപ്പാണ്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണെങ്കിൽ കെ ഡി എന്ന് പറയുന്നത് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ്. കെ ഡി ഈക്വൽസ് ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. കെ ഡി ഈക്വൽസ് ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100, വേർ കെ ഡി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റു 100. ഒന്നുകൂടി ഞാൻ പറയാം, ടാക്സ് അടയ്ക്കാത്ത സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ, ഈ ഇറിഡീമബിൾ ഡെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആ സിറ്റുവേഷൻ വന്നിട്ടില്ല, അങ്ങനത്തെ കേസസ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുന്നത്, ഫോർമുല യൂസ് ചെയ്യുന്നത് കെ ഡി ഈക്വൽസ് ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അതായത് കെ ഡി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്, എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ സെക്കൻഡ് ബേസിസ് ആണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷമാണ് ഡെപ്റ്റ്, ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. കെ ഡി ഈക്വൽസ് ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എൻ പി ഇൻറ്റു 100, വേറെ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്, ടി എന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് ആണ്, ടാക്സ് റേറ്റ് ആണ്, എൻ പി എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ആണെങ്കിൽ, ടാക്സ് അടയ്ക്കുന്നതിന് ബിഫോർ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. അതേപോലെ ടാക്സ് അടച്ചതിന് ശേഷമുള്ള സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അതായത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. In case the debt is raised at the premium or discount, net proceeds is the net proceeds, NP is the net proceeds received from the issue and not the face value of securities. ഒന്നുകൂടി വായിക്കാം. In case the debt is raised at a premium or discount, NP is the net proceeds received from the issue and not the face value of securities. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയും. അതായത് ഫേസ് വാല്യൂവിൽ തന്നെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് മെച്യൂരിറ്റി വരുന്നത്, ആ സിറ്റുവേഷനിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് അതേപോലെ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക, തിരിച്ച് ലഭിക്കുക നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട്. അതല്ല, ദർ ആർ സിറ്റുവേഷൻ വേറെയും ഈ പറഞ്ഞ ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സൊക്കെ പ്രീമിയം റേറ്റിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ എൻ പി എന്ന് പറയുന്നത്, അതായത് നെറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ പ്രീമിയം എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് ആകും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആകും. 2 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയം വിൽ ബി 10% ആണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് വിൽ ബി 2,20,000, 2 ലക്ഷത്തിൻ്റെ 110%. അതല്ലെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിനാണ് ഷെയർ വാല്യൂ ഷെയർസൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് 10%. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത് 2 ലക്ഷം രൂപയുടെ ഷെയർ ഡിസ്കൗണ്ട് 10%-ലാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 1,80,000 അതായത് 2 ലക്ഷം ഇൻറ്റു 10% കുറച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 2 lakh ഇൻറ്റു 90%, 1,80,000 ആകും നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടും നെറ്റ് പ്രൊസീഡ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യും.
The premium should be added to face value if issued at premium, and discount should be deducted from the face value if issued at a discount. Flotation cost refers to all types of expenses which are incurred in connection with the issue of debentures or bond. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ വരുന്നൊരു എക്സ്പെൻസ് ആണ്. ബോണ്ടോ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ് ആവാം, ലീഗൽ ചാർജസ് ആവാം, ലീഗൽ ഫീസ് ആവാം, സ്റ്റാമ്പ് ഡ്യൂട്ടി ആവാം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആവാം, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ്. ഇതൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിനൊക്കെ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയും. ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി നെറ്റ് പ്രൊസീഡ്സ്. ഇപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കെ ഡി ഈക്വൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 അല്ലെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പ്രീമിയത്തിലാണോ അതോ ഡിസ്കൗണ്ടിലാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ നോക്കണം. അത് നെറ്റ് പ്രൊസീഡ്സിനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടോ അതും നമ്മുടെ ഈ നെറ്റ് പ്രൊസീഡ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ഫോർമുലയാണ് കോസ്റ്റ് ഓഫ് ഇറിഡീമബിൾ ഡെപ്റ്റിൽ വരുന്നത്. ഒന്ന് ബിഫോർ ടാക്സും സെക്കൻഡ് വൺ ആഫ്റ്റർ ടാക്സും. ബിഫോർ ടാക്സ് ആണെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ കെ ഡി ഈക്വൽസ് ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ഓൾ.